ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കണ്ടത് അതിരടി. അതെ, ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേസിൽ ജോസഫ് ആൻഡ് ഡോക്ടർ അനന്തു. പിന്നെ കോ-പ്രൊഡ്യൂസേഴ്സ് ടോവിനോ ഉണ്ട്. അങ്ങനെ സോ നല്ല അടിപൊളി പടമാണ്. അടിപൊളി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്യാമ്പസ് വൈബിലിരുന്ന 5-10 വയസ്സ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി. അതെ, കാരണം നമ്മള് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇപ്പൊ രാഗം തിയേറ്ററിലാണ്, തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് ഞങ്ങൾ കണ്ടത്. ഫുള്ള് ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്രൗഡിൽ ഇരുന്ന് നമുക്ക് ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ഈ പടം. ക്യാമ്പസ് പടമാണ്, പക്ഷെ ഒരുപാട് ക്യാമ്പസിന്റെ അങ്ങനെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ ഇതിന് വേറൊരു ക്ലാസ്സസോ അങ്ങനെ പ്രേമോ അങ്ങനെയൊന്നും ഇല്ല. ഒരു ഇവന്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങള്, അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അത് എങ്ങനെ എൻഡ് ചെയ്യുന്നു അതിനെ പറ്റിയിട്ടാണ്. അതാണ് ഒരു ചെറിയൊരു രീതിയിൽ ഷോർട്ട് ആയിട്ട്. പക്ഷെ ഒരു സെക്കൻഡ് പോലും എനിക്ക് അങ്ങനെ ബോറടിച്ചോ അങ്ങനെ ഒരു സെക്കൻഡ് പോലും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പട്ടന്ന് പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങള്. എഡിറ്റിംഗ് ചമ്മൻചാക്കുമാണ്. സൂപ്പർ ആയിട്ടാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മ്യൂസിക് വിഷ്ണു വിജയ്. അധികം മ്യൂസിക് ഒന്നുമില്ല, പാട്ടുകളൊന്നുമില്ല, 2 പാട്ടുകളുള്ളൂ. എനിക്ക് തോന്നുന്നു നേരത്തെ റിലീസ് ചെയ്തിട്ടുള്ള ഇഫ് യു നോ എന്നുള്ള പാട്ട് പോലും വന്നിട്ടില്ല ഫിലിമിൽ. സോ പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ബേസിലിന്റെ പടമാണ്. ബേസിൽ ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണ്. എന്ത് രസമായിട്ടാണ് ഓരോരോ ടൊവിനോ ഇതുവരെ ചെയ്യാത്തൊരു വേറൊരു ക്യാരക്ടറാണ്, ഒരു ലോക്കൽ കൈൻഡ് ഓഫ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോകുമ്പോ കാണും. നമുക്ക് തിയേറ്റർ വളരെ കുറച്ച് സീനുള്ളൂ, പക്ഷെ അവിടെ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാലോ. അടിപൊളി. അതായത് എനിക്കൊരു ഞാൻ ഒരു പണ്ട് ഒരു 10 വർഷം ഒരു 15 വർഷം മുമ്പ് ഒരു പടം കണ്ട പോലത്തെ ഒരു തിയേറ്ററിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ കണ്ടത്. അതെ, ആ ഒരു ഓളാണ് കണ്ടത്. കാരണം കൂടുതൽ ഇപ്പൊ ഞങ്ങള് ബാംഗ്ലൂരൊക്കെയാണ് പടം കാണാറ്. അപ്പോ അങ്ങനെ ആരും അങ്ങനെ കൈയടിക്കോ വിസിലടിക്കോ അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ കുറവാണ്. അപ്പൊ എനിക്ക് പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് അങ്ങനെ കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോ ഇന്ന് ശരിക്കും എനിക്ക് ആ ഒരു സാധനം കിട്ടി. സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ അത് OTT ഇറങ്ങുമ്പോ ചിലപ്പോ ഇങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ തിയേറ്റർ വാച്ച് ആണ്, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച്. ഫോട്ടോഗ്രാഫിയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വൈഡ് ഷോട്ട്സും എല്ലാം. സാമുവൽ ഹെൻറി. അതെ. പിന്നെ കൂടെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ദർശനയുണ്ട്, പിന്നെ അതേപോലെ സറീൻ ഉണ്ട്, വിനീത് ഏട്ടൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ ഇത് ശരിക്കും പക്ക ബേസിലിന്റെ ഫിലിം തന്നെയാണ്. സാം കുട്ടി അടിപൊളി ക്യാരക്ടർ, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പം ഫുള്ള് നമുക്ക് കൂട്ടുകാരൊക്കെ പോയി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ച് ഇങ്ങനെ, അതായത് അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവരുടെ ആ ഒരു കെമിസ്ട്രി നല്ലോണം വർക്ക് ആയിട്ടുണ്ട് പടത്തില്. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ തന്നെ പോയി കാണും. ഓക്കെ, നല്ലൊരു ഓഡിയൻസിനെ കൂടെ തന്നെ പോയി കാണും. അതെ. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.